മോർണിംഗ്, ഹാപ്പി സൺഡേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ ഇച്ചിരി ലേറ്റ് ആകുന്നുണ്ട്, കാരണം ഇപ്പോൾ സ്കൂൾ തുറപ്പൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ബിസിയാണ്. കാരണം നമ്മുടെ കണ്ണൻകുട്ടനും കൂടെ ചേർത്തല്ല. നേരത്തെ എന്ന് വെച്ചാൽ പൊന്നുകുട്ടി മാത്രം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് അത്രയും തിരക്ക് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പം ശരിക്കും ഒരു മദർ വേൾഡിലോട്ട് ഞാൻ കടന്നിരിക്കുകയാണ്. കാരണം എനിക്ക് നല്ല പണിയായിരിക്കും, ഇനി അങ്ങോട്ട് നല്ല ബിസി ആയിരിക്കും. അപ്പോൾ ഇത് ഈ രാവിലെ തന്നെ ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു റോസ വിരിഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ റോസ ചെടിയിൽ മൊട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന്. കുറച്ച് മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റോസായിൽ നല്ലൊരു പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വെയിൽ, മഴ ഉണ്ടായിരുന്നു, തലേദിവസം രാത്രിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സൺഡേയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം പോലെ കുറച്ച് വെയിലൊക്കെ വന്നു കേട്ടോ. ആശ്വാസം എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, തുണിയൊക്കെ ഉണങ്ങാനുള്ള പാടാണല്ലേ. അപ്പം എന്തായാലും അതൊരു ആശ്വാസമായി എല്ലാവർക്കും. അപ്പോൾ അതേ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ രാജേഷണം ചായ ഇടുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് രാജേഷണം ചായ ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ആയിട്ട് പോയി കേട്ടോ. ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് വന്നപ്പോൾ ആളെന്തായാലും ചായ ഇട്ട് തന്നു കേട്ടോ. ഏലക്കയോ ഇഞ്ചിയോ എന്തൊക്കെയോ ചതച്ചിട്ടിട്ടുള്ള എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ചായ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഗ്രാമ്പൂ കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടുള്ള ചായ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പിന്നെ എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങി. അപ്പോൾ നല്ല ചായ ആയിരിക്കും. രാവിലെ തന്നെ ഒരു ഇച്ചിരി കടുപ്പത്തോടു കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ വേണം കേട്ടോ. എങ്കിലേ നമുക്ക് രണ്ടുപേരെ കൺട്രോൾ ചെയ്ത് രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനർജി വേണ്ടേ. അപ്പോൾ പിന്നെ രാജേഷണ്ണ ഓഫീസിലാണെങ്കിൽ അതിൻ്റെ ഒരു എനർജി കിട്ടണ്ടേ. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ചായ എന്തായാലും രാവിലെ കുടിക്കും കേട്ടോ. അതിനുശേഷം ഇടിയപ്പവും കിഴങ്ങേറിയൊക്കെ ആക്കി. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബിസിയായിരുന്നു, നല്ല ബിസിയായിരുന്നു. കാരണം തുണി കുറേ ഉണങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഞാൻ അവിടെ ഇവിടെയൊക്കെ വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വെയിലത്തിട്ട് ഉണക്കി. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 100 രൂപയ്ക്ക് കുറേ സബോള കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ വെയിൽ വേണം അതൊന്ന് വെച്ച് ഉണക്കാൻ. അപ്പോൾ രാജേഷനും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പറമ്പിൽ കുറച്ച് തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് പയറൊക്കെ, കുറേ ചീര ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ച് കളഞ്ഞു കേട്ടോ. അതൊക്കെ പൂവൊക്കെ വന്നിട്ട് നാശമായി. പിന്നെ ഞാൻ കുറച്ച് ആളുകൾക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ചീരയുടെ ഭാഗമൊക്കെ മൊത്തം ക്ലിയർ ചെയ്തു. അവിടെ ഇപ്പോൾ പയറൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ കുറേ തുണി ഉണങ്ങിയൊക്കെ കിട്ടി. അതെല്ലാം ഇനി മടക്കി വെക്കണം. അതെല്ലാം ഉണങ്ങി കിട്ടിയതെല്ലാം കൊണ്ട് കസേരയിൽ ഇട്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. കുഞ്ഞുങ്ങൾ അവിടെ എന്തൊക്കെയോ കളിയിലാണ്. രണ്ടുപേരും കൂടെ ഭയങ്കര ബിസിയാണ്. ഇനിയിപ്പം കളിയൊക്കെ കഴിയാറായല്ലോ. കാരണം ഇനി സ്കൂളൊക്കെ തുറന്നു, ഇനി കളിയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ എനിക്കിനി കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കണം. വെയിൽ വന്നതുകൊണ്ട് എല്ലാം ഒന്ന് മടക്കി ഒതുക്കിയൊക്കെ വെച്ചു. ഞങ്ങളുടെ പയറുണ്ടായി കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം കിഴങ്ങേറിയായിരുന്നു കേട്ടോ. ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും കാണിച്ചില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ച് അങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് രാജേഷൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. സൺഡേ ഉച്ചയ്ക്ക് ഊണ് ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു. കുറേ ആയി രാജേഷൻ്റെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പോക്കുവരവൊക്കെ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. മഴയൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പോക്കൊക്കെ കുറവായതുകൊണ്ട് അമ്മ പറഞ്ഞു ഇന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ട്. കുറച്ച് തുണിയൊക്കെ എന്തായാലും ഞാൻ നല്ലപോലെ ഉണക്കി മടക്കിയൊക്കെ വെച്ചു. അവിടെ ചെന്നപ്പോൾ രാജേഷൻ്റെ അച്ഛൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനും രാജേഷനും ഒക്കെ ചിക്കൻ കറി വെക്കാൻ പഠിച്ചത് രാജേഷൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. നന്നായിട്ട് ചിക്കൻ കറി വെക്കും. അപ്പോൾ അവിടെ നിന്നാണ് ഞാനും പാചകമൊക്കെ പഠിച്ചു വന്ന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ച് വിട്ടതിന് നമ്മൾ കയറി ചെന്ന് ആ വീട്ടിൽ നിന്നാണല്ലോ കുറച്ച് പാചകങ്ങൾ പഠിക്കുന്നത്. എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെയും കഴിച്ചവിടെ ചെല്ലുന്ന വരെയും എനിക്കങ്ങനെ വലിയ പാചകവും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഇതുപോലെ കണ്ടും കേട്ടുമൊക്കെ പഠിച്ചതാണ് പാചകവും കാര്യങ്ങളും. അങ്ങനെയൊക്കെ പഠിച്ചെടുത്തതാണ് എല്ലാം. അപ്പോൾ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും അവിടെ വന്നിട്ടും ഈ പറഞ്ഞ പോലെ കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ.
കുറച്ച് ലവ് ബേർഡ്സിനെയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് വീഡിയോ ഞാൻ ഇതിന് മുമ്പൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ആ കുടത്തിനകത്തൊക്കെ ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. കുറേയൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു ആർക്കൊക്കെയോ. അപ്പോൾ കണ്ണൻകുട്ടൻ ഈ ബേർഡ്സിനെയൊക്കെ കണ്ട് കളിച്ച് ചിരിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ. കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് എന്തായാലും. അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ട്, പപ്പടമുണ്ട്, പിന്നെന്താണ് അവിയലുണ്ട് കേട്ടോ. ചീര അവിയലുണ്ട്. ഇത് നമ്മുടെ കണ്ണൻകുട്ടനടുത്താണ് കേട്ടോ. കണ്ണൻകുട്ടന് ചീര അവിയലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വേറൊരു വീട്ടിൽ നിന്ന് അങ്ങനെ അത്രയൊന്നും കഴിക്കില്ല. എന്നാലും കഴിക്കും കേട്ടോ. വലിയ ചില കുട്ടികൾ കഴിക്കാതെ ഇരിക്കും, പക്ഷെ അങ്ങനത്തെ രീതിയൊന്നുമില്ല, കഴിക്കും. അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകണം. അപ്പോൾ അതേ വെയിലൊക്കെ പോയി ഏകദേശം സമയം 4 മണിയൊക്കെ ആയി. ഒരു ചെറിയ മൂടലും ഉണ്ട് കേട്ടോ. മഴയുടെയൊക്കെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഞങ്ങൾ നേരെ ഞങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ പോയി കേട്ടോ. നമ്മുടെ പൊന്നുകുട്ടിക്ക് കുറച്ചുകൂടെ ഒന്ന് മുടി വെട്ടണമെന്നൊരാഗ്രഹം. എനിക്കും ഒന്ന് വെട്ടണമെന്നായിരുന്നു. കാരണം ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പൊക്കെ ആയി. മുടി എനിക്ക് ഒരുപാട് വേണ്ട. ഇങ്ങനെ കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ കുറച്ച് മുടി വേണ്ട. മുടി കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും മുടി ഇങ്ങനെ കുറച്ചാണ് എനിക്കിഷ്ടം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്കിഷ്ടം കുറച്ച് മുടിയാണ്. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പം അത് മാനേജ് ചെയ്യാനും ഒക്കെ എളുപ്പം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഗ്ലാസ്സിലിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഞാനും പൊന്നുകുട്ടിയും കൂടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ പൊന്നുകുട്ടി ഹാപ്പിയാണ് കേട്ടോ. മുടി വെട്ടിയത് കൊണ്ട് ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് നമ്മുടെ ചേർത്തലയിലുള്ള ബസാറുണ്ടല്ലോ, ഒരുപാട് ബസാറുണ്ട് ഇപ്പോൾ ചേർത്തലയിൽ കേട്ടോ. അപ്പോൾ അതിലൊരു ബസാറിൽ കയറി പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടിനും ചെരുപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു. സ്കൂൾ ഉറപ്പാകുമ്പോൾ എല്ലാം പുതിയതായിരിക്കും അല്ലേ. നമ്മുടെയൊക്കെ കുട്ടിക്കാലം പോലെ അല്ലല്ലേ ഇവരുടെയൊക്കെ. എന്ത് രസമാണ്, എന്ത് ഭംഗിയാണ്. എല്ലാ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാ അച്ഛനമ്മമാരും എന്ത് തിരക്കാണെന്നറിയാവോ. നമ്മുടെയൊന്നും കുട്ടിക്കാലമൊന്നും ഇങ്ങനെയല്ലായിരുന്നു. പഴയ ബാഗ് അല്ലേ, പഴയ ചെരുപ്പ് അങ്ങനെയൊക്കെ അല്ലായിരുന്നു. പക്ഷേ എനിക്കൊക്കെ അത്യാവശ്യം വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ. 2 വർഷമൊക്കെ യൂസ് ചെയ്യും, 3-ാമത്തെ വർഷം പുതിയതൊക്കെ വാങ്ങിച്ചു തരും. പക്ഷെ പൊന്നുകുട്ടിക്കൊക്കെ എല്ലാ കൊല്ലവും ബാഗൊക്കെ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ബാഗൊക്കെ വാങ്ങിച്ചു. പിന്നെ കണ്ണൻകുട്ടന് പുതിയൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. പുതിയ സ്കൂള് ആദ്യമായിട്ട് പോവുമല്ലേ, അതുകൊണ്ട് കണ്ണൻകുട്ടന് ഒരു ചെറിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു, ആകെ ഇതായി കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം റേഷനും ജോലിക്കൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ കയ്യോടെ തന്നെ നമ്മുടെ പൊന്നുകുട്ടിയുടെ ബുക്സൊക്കെ അങ്ങ് പൊതിയാവുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി വാങ്ങിച്ചതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. പൊന്നുകുട്ടിക്ക് സ്കൂൾ പർച്ചേസിങ്, കണ്ണൻകുട്ടൻ്റെ സ്കൂൾ പർച്ചേസിങ് അതൊക്കെ ഉണ്ട് കേട്ടോ. പൊന്നുകുട്ടീൻ്റെ പുറകെയാണ് കേട്ടോ സ്കൂൾ പർച്ചേസിങ്ങിൻ്റെ എല്ലാ വീഡിയോസും ഇടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 2 കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റ് തന്നെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നല്ല ചിലവാണ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം 2 പേർക്കും വാങ്ങിച്ചു. നല്ലൊരു സ്കൂൾ ഓപ്പണിംഗ് ദിവസമായിരുന്നു. അപ്പോൾ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളും മേടിച്ച സാധനങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാ വീഡിയോയും പതുക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മൊത്തത്തിൽ ടയേർഡാണ് കേട്ടോ. സ്കൂള് തുറന്ന ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോയതിൻ്റെ ടയേർഡിലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതാണ് എൻ്റെ ഒച്ചയ്ക്കൊക്കെ ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഒരു ഊർജ്ജമില്ലാതെ പോലെ. മൊത്തത്തിൽ ടയേർഡാണ്. ഇനിയുള്ള ദിവസങ്ങൾ നല്ല തിരക്കായിരിക്കും. കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടണം, അവർക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യണം. എന്നും ഭക്ഷണമൊക്കെ വെക്കുന്നുണ്ട്, പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ രാവിലെ എല്ലാം റെഡിയാകണം, 2 പേരെ കൊണ്ടുവിടണം. നല്ല പണിയാണ്, നല്ലൊരു ജോലിയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ റേഷനിൽ നന്നായിട്ട് ബുക്ക് പൊതിയും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ബുക്ക് പൊതിയും. അതാണ് ഞാനിത് കാണിച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.